കേരളത്തിൽ കിഫ്ബിയുടെ സഹായത്തോടെ 6000 കോടി രൂപ ദേശീയപാത അതോറിറ്റിക്ക് കൈമാറിക്കൊണ്ട് ദേശീയപാത വികസനം വളരെ വേഗത്തിലാണ് കേരളത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. മൊത്തം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 66,000 കോടി രൂപ ദേശീയപാത അതോറിറ്റി മുതൽ മുടക്കുന്ന ഒരു പദ്ധതിയാണ്. ആ പദ്ധതിയിൽ സ്ഥലം ഏറ്റെടുക്കുന്നതിൻ്റെ 25% തുക കേരള ഗവൺമെൻറ് ദേശീയപാത അതോറിറ്റിക്ക് കൈമാറിയതോടു കൂടിയാണ് ഈ സ്വപ്നപാത കൺമുന്നിലൂടെ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മുഴുവൻ കടമെടുത്ത് കൂട്ടിക്കൊണ്ട് കേരളത്തെ നശിപ്പിക്കുകയാണെന്ന് പറയുന്ന ആളുകളെല്ലാവരും ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തേക്ക് സഞ്ചരിച്ചാൽ ഇതുപോലെ കേരളത്തിൻ്റെ വികസനം കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചില ആളുകളൊക്കെ പറയാറുണ്ടല്ലോ, കേരളത്തിൽ റോഡ് മോശമാണ്, കേരളത്തിൽ പുറത്തു പോയാൽ മാത്രമേ നല്ല റോഡുള്ളൂ എന്ന് ചില ആളുകളൊക്കെ വെറുതെ പറയാറുണ്ട്. നേരത്തെ കേരളത്തിലെ റോഡുകൾ അല്പം മോശമായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇപ്പോൾ കേരളത്തിലെ റോഡുകൾ അങ്ങനെ മോശമല്ല. എന്നാലും ചില ആളുകൾ പറയും കേരളത്തിൽ വികസനമില്ല, റോഡില്ല, തമിഴ്നാട്ടിൽ പോയാൽ നല്ല റോഡുകളാണെന്ന് പറയും. വാസ്തവത്തിൽ ഈ തമിഴ്നാട്ടിലായാലും കർണാടകത്തിലേക്ക് പോയാലും ദേശീയപാതകളായിരുന്നു ഭൂരിഭാഗം സ്ഥലങ്ങളിലും വളരെ മികച്ചതായി കിടക്കുന്നത്. എന്നാൽ ഉൾ റോഡുകളോ ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോകുന്ന റോഡുകളോ അത്ര നല്ല റോഡുകളായിരുന്നില്ല ശരിക്കും. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ അങ്ങനെയല്ല. കേരളത്തിൽ 2016 ശേഷം അധികാരത്തിൽ വന്ന LDF ഗവൺമെൻറ് ഈ റോഡ് വികസനങ്ങളുടെ കാര്യത്തിൽ കൃത്യമായ പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ട് വളരെ മികച്ച രീതിയിലാണ് ഇത്തരം വികസനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ദേശീയപാതയുടെ വികസനം മാത്രമല്ല, തീരദേശ റോഡുകളുടെയും മലയോര ഹൈവേകളുടെയും സ്റ്റേറ്റ് ഹൈവേകളും എല്ലാം തന്നെ ഇപ്പോൾ ഉന്നത നിലവാരത്തിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ചില ആളുകൾ ഇപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ റോഡുകളെല്ലാം മോശമാണ് എന്ന് പൊതുവെ പറയാറുണ്ട്. ഇപ്പോൾ ദേശീയപാതയിലൂടെ ഈ വണ്ടി ഓടിച്ചു പോകുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. മലപ്പുറം ജില്ലയിലെ ദേശീയപാത വികസനം 80% എടുത്ത് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ വേഗം നടക്കുന്നു. തെക്കൻ കേരളത്തിൽ മാത്രമാണ് അല്പം മന്ദഗതിയുള്ളത്. തീർച്ചയായിട്ടും മനോഹരമായ പാതകൾ നമുക്ക് സ്വന്തമാവുകയാണ്. തീർച്ചയായിട്ടും ഇത്തരം വികസനങ്ങൾ ഇനിയും തുടരേണ്ടതുണ്ട്. കേരളത്തിലെ ജനങ്ങളുടെ കൺമുന്നിൽ തന്നെ ഇത്തരം മാറ്റങ്ങൾ കാണുകയാണ്. അപ്പം നമ്മളത് പ്രത്യേകിച്ച് ഒരു ഒലിപ്പിച്ച് പറയേണ്ട കാര്യമില്ല. കേരളത്തിലെ ജനങ്ങൾ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഇത്തരം വികസന പ്രവർത്തനങ്ങൾ.